മനുഷ്യന് ഭക്ഷണം കഴിക്കാനും അഭിവൃദ്ധിക്കുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി ദൈവം വച്ചിരിക്കുന്നതാണ് മണ്ണിൽ വിത്ത് കുത്തുക എന്നുള്ളത്. വിത്ത് നമ്മളുണ്ടാക്കുന്നതല്ല. ദൈവം തന്ന ഒരു വിത്ത് മണ്ണിലൊന്ന് കുത്തിവെക്കുക. ഇത്രയും ചെയ്താൽ തന്നെ അവന് ഭക്ഷണം കഴിക്കാനുള്ള ആ വിത്തിൽ നിന്നുള്ള ഫലങ്ങൾ വർഷാവർഷം കിട്ടും. ഒരു തേങ്ങ മണ്ണിൽ കുത്തിവെച്ചാൽ ആ തെങ്ങ് വിളഞ്ഞാൽ 60-65 കൊല്ലം വരെയും ഒരു വർഷം 50 മുതൽ 500 വരെ തേങ്ങ ഒരു തെങ്ങിൽ നിന്ന് കിട്ടിയേക്കാം. ഒന്നോർത്ത് നോക്കി, ഒരു തേങ്ങ മണ്ണിൽ കുത്തിവെച്ചു. അത് വളമുള്ളതാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമായ വളം ചെയ്തില്ലെങ്കിൽ പോലും അത്യാവശ്യ ശുശ്രൂഷ ചെയ്യണം, അത്യാവശ്യം വളം പരിചരണം ചെയ്യണം. അതിനും കഴിയില്ലെങ്കിൽ അതും ചെയ്യണ്ട. ഇങ്ങോട്ട് ഈ ഒരു തേങ്ങ വെച്ചാൽ ഒരു വർഷം 50 തേങ്ങ, 200 തേങ്ങ, 300 തേങ്ങ, 500 തേങ്ങ, അതിൽ കൂടുതലും കിട്ടുന്നവരുണ്ട്. ഇങ്ങനെ എല്ലാ വർഷവും 60 കൊല്ലം 65 കൊല്ലം വരെയൊക്കെ. ഇതാണ് സമൃദ്ധിക്കും ഭക്ഷണം കഴിക്കാനും സമൃദ്ധിക്കുമുള്ള വഴി, പ്രധാനപ്പെട്ടൊരു വഴി. എന്നാൽ ഈ നാട്ടിൽ അനേക പറമ്പുകൾ വെറുതെ ഇട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? പറമ്പിൽ കൃഷി ചെയ്യാനായിട്ട് ആളില്ല, കൃഷി ചെയ്യാൻ മനസ്സില്ല, പണിക്കാരെ കിട്ടാനില്ല, പണിക്കാർ കൂലി കൂടുതലാണ്. പക്ഷേ 5 സെൻറ്റ് സ്ഥലം പോലും ഒരു വീട് മാത്രമുള്ള ചില ആളുകൾ, ചില സ്ത്രീകൾ അനേക സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത് ഇന്ന് അവർ ലക്ഷപ്രഭുക്കളായി, താരങ്ങളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. തെങ്ങ് എങ്ങനെ കൃഷി ചെയ്യാനാണ്? തെങ്ങ് മുഴുവൻ കേടാണ്, മണ്ടരിയാണ്. ശരിയാണ്, നെല്ല് നട്ടാൽ അതിന് കളവാതെ ഉണ്ടാകാം, തെങ്ങിനുണ്ടാകാം, കപ്പയ്ക്ക് ഇല മഞ്ഞളിപ്പുണ്ടാകാം. ഒരു തെങ്ങ് പോയാൽ അടുത്ത തെങ്ങ് വെക്കണം. 10 തെങ്ങ് ഇടുമ്പോൾ 5 പോയാൽ ആ 5 വീണ്ടും വെക്കണം. പക്ഷേ ഈ വെച്ച 10 തെങ്ങിൽ 5 കായ്ച്ച് ആ 5 കാ തന്നെ വലിയൊരു നേട്ടമാണ്. അതല്ല 2 പിടിച്ചോളെ പോലും അത് നേട്ടമാണ്. സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കിയത് തെങ്ങ് പോലെ ഇത്ര പ്രയോജനകരമായൊരു വിള അപൂർവമാണ്. കാരണം മറ്റേത് കൃഷി ചെയ്താലും അത് വിളവ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ വാഴക്കൊലയാണേലും ഈവൻ റംബുട്ടാൻ പോലും വിളവുമായിട്ട് ചെല്ലുമ്പോൾ അത് മാർക്കറ്റിൽ വിലയില്ലെങ്കിൽ അല്ലെങ്കിൽ എടുക്കാൻ പോലും മടിയുള്ള സമയങ്ങളുണ്ട്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഇതും വെച്ചുകൊണ്ട് വാഴക്കൊലയും വെച്ചുകൊണ്ടിരിക്കാനും ഒക്കെയില്ല, 6 മാസത്തേക്ക് വെക്കാനും ഒക്കെയില്ല. അല്ലെങ്കിൽ അവനെ ഉൽപ്പന്നമാക്കണം. 99% പേർക്കും അതിനൊന്നും താല്പര്യമില്ല. വാഴയ്ക്ക വറുത്ത് ചിപ്സാക്കി വെച്ചാൽ അവിടെ ഇരിക്കും. പക്ഷേ അതിനൊന്നും ചെയ്യാൻ 99.9% പേരും തയ്യാറാകില്ല. അപ്പോൾ കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കും. എന്നാൽ തെങ്ങിനെ സംബന്ധിച്ച് ഇതല്ല. തെങ്ങിന് ഒരിക്കലും വിലയെ ആശ്രയിച്ച് വിറ്റ് കളയേണ്ട ആവശ്യം വരുന്നില്ല. അത് എത്ര കാലം കിടന്നാലും തേങ്ങ അവിടെ കിടന്നോളും. ഇല്ലെങ്കിൽ തേങ്ങ ആട്ടി എണ്ണയാക്കി വെക്കാം. വെളിച്ചെണ്ണയും പോലെ ഇത്രയും ആരോഗ്യകരമായ, മനുഷ്യന് ആരോഗ്യകരമായ പ്യുവർ വെളിച്ചെണ്ണ പോലെ ആരോഗ്യകരമായ, പിന്നെ അതിൽ കൂടുതൽ മെച്ചമുള്ള ഒരെന്ന് പറയുന്നത്, ഒരെണ്ണയുള്ളതെന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്. അപ്പോൾ ഈ നാട്ടിൽ വെളിച്ചെണ്ണ പോലെ ശുദ്ധവും ഗുണകരവുമായ മറ്റൊരു ഓയിലില്ല. സസ്യ എണ്ണകൾ എന്നൊന്നും പറയുന്നതൊക്കെ ഏറ്റവും അനാരോഗ്യകരമാണ്. അതായത് ഈ സസ്യ എണ്ണ അതേപടി ആട്ടി വരുന്നതൊന്നുമല്ല. അത് അനേകം പ്രോസസ്സിലൂടെ കടത്തിവിടുന്നതും അനേകം മായങ്ങൾ ചേർന്നതുമൊക്കെയാണ്. അത് പാം ഓയിൽ പോലെയുള്ള സാധനങ്ങൾ പണ്ടത്തെ കാലത്ത് അത് ഒത്തിരി മേടിച്ച് കഴിച്ചു ആൾക്കാർ. പക്ഷേ അതുപോലെ മാരകമായ, ശരീരത്തിൽ ദോഷകരമായ വേറൊരു സംഗതി, അപൂർവ സംഗതികളിലൊന്നാണ് അതൊക്കെ. അപ്പോൾ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാം, അത് സൂക്ഷിച്ച് വെക്കാം, വില കൂടുമ്പോൾ വയ്ക്കാം.
ഇപ്പോൾ തെങ്ങ് കൃഷി, ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് ഭാഗത്തൊക്കെ തേങ്ങ ഉണ്ടായി കിടക്കുന്നത്. ഇവിടുത്തെ പോലെയുള്ള രോഗബാധയുമില്ല. ഇനി ഇവിടെ രോഗബാധ ഉണ്ടെങ്കിൽ ഞാനീ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ ആവശ്യത്തിന് അവർ വിളവെടുക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ശരിയാണ്, 10 കുഴിച്ച് വെക്കുമ്പോൾ 5 പോയെന്ന് വരുന്നേക്കാം. എന്നാലും ആ 5 കിട്ടുന്നതിൽ നിന്ന് തന്നെ വലിയ നേട്ടമാണ്. വെളിച്ചെണ്ണയ്ക്ക് 550 രൂപ വരെയും വില വന്ന സാഹചര്യത്തിൽ ആൾക്കാർ ഇച്ചിരി ബുദ്ധിമുട്ടി. തന്നെയല്ല, കോവിഡ് കാലത്ത് വഴിയിലിറങ്ങിയാൽ പോലീസ് തല്ലുമെന്നുള്ള ഒരു ഗതികേട് വന്നപ്പോൾ മനുഷ്യൻ വീട്ടിനകത്തിരുന്നപ്പോൾ അവന് ഒരേ ഒരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ, എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ, തിന്നാൻ കട കാണുമോ. കട തുറക്കുമ്പോൾ ഓടിച്ചെന്ന് മേടിക്കണേ തന്നെ കാശുള്ളവനാണ്, കാശില്ലാത്തവൻ അതും പറ്റുകയില്ല. അതേസമയത്ത് അവന് പറമ്പിൽ നിന്ന് എടുത്ത് എന്തെങ്കിലുമൊക്കെ തിന്നാനുണ്ടെങ്കിലോ. ഇപ്പോൾ എസൻഷ്യലായി മനുഷ്യന് വേണ്ട കാര്യമാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിളയിക്കുക എന്നുള്ളത്. അത് ഏതൊരു മനുഷ്യനും. അതുകൊണ്ടാണ് അമേരിക്കയിലൊക്കെ 5 ലക്ഷം രൂപയൊക്കെ ശമ്പളം മേടിക്കുന്നവരും അവർ വീട് മേടിച്ച് കഴിയുമ്പോൾ അവരുടെ വീടിൻ്റെ പുറകിൽ ഇവിടുന്ന് ഒരു പണിയും ചെയ്യാത്തവനും പറമ്പിലിറങ്ങാത്തവനുമാണേലും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ വീട്ടുവളപ്പിൽ അനേകം പച്ചക്കറി കൃഷി ചെയ്ത് ഇഷ്ടം പോലെ അവർക്കുള്ളത് മത്തങ്ങ, ചേമ്പ്, വെണ്ടയ്ക്ക, അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇഷ്ടംപോലെ വിളവുകൾ ഉൽപ്പാദിപ്പിച്ച് അവരും കഴിക്കുന്നു, മറ്റുള്ളവർക്കും കൊടുക്കുന്നു. അപ്പോൾ ഭൂമിയിൽ പണി ചെയ്യുന്നത് വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാകട്ടെ. പണിക്കാരെ വെച്ച് പണി ചെയ്യാൻ മുതലായില്ല, അതിലാണ് മെഷീനറി ഉള്ളത്. ഇനി മെഷീനറിയുടെ വിപുലമായ കൃഷിസ്ഥലം അല്ലെങ്കിൽ അവനവൻ അധ്വാനിക്കുക സാധിക്കുന്ന കാര്യമാണ്.